ഹലോ എവരി വൺ, വെൽക്കം ടു പെരുന്നാൾ വ്ലോഗ്. ഈ കാണുന്നത് ഞങ്ങളുടെ പള്ളിയിലെ യാക്കോബ് ശ്ലീഹായുടെ പെരുന്നാളിൻ്റെ കൊടി കയറുന്നതാണ്. എൻ്റെ പള്ളിയിൽ 2 പെരുന്നാളുണ്ട്, ജാനുവരിയിലും ജൂലൈയിലും. അതിൽ ജൂലൈയിൽ 24-നും 25-നാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ അഥവാ സെൻറ്റ് ജെയിംസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. സോ അതിൻ്റെ കൊടികേറ്റാണ് ഈ കാണുന്നത്. ആൻഡ് ഈ പെരുന്നാൾ അത്രയ്ക്ക് വലിയ പെരുന്നാളല്ലെങ്കിലും ഒരു 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പെരുന്നാളാണ് എൻ്റെ പള്ളിയിൽ. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 12 പേരിൽ ഒരാളാണ് യാക്കോബ് ശ്ലീഹ. ബൈബിളിലെ പ്രധാന കുറേ സംഭവങ്ങളിലും യാക്കോബ് ശ്ലീഹായുടെ സാന്നിധ്യമുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മുടെ ഇവിടങ്ങളിൽ അധികം ആഘോഷിക്കാത്ത ഒരു വിശുദ്ധൻ്റെ തിരുനാളാണ് യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ. ഇവിടങ്ങളിലൊക്കെ തിരുനാൾ പള്ളിയിലും പെരുന്നാൾ വീട്ടിലുമാണ്. ആഘോഷം പള്ളിയിൽ മാത്രമല്ല വീടുകളിലും ഉണ്ടാവും. സോ എൻ്റെ വീട്ടിൽ ആ 2 പെരുന്നാൾക്കും അച്ചപ്പവും കുഴിയപ്പവും വീട്ടിലുണ്ടാക്കാറുണ്ട്. ഈ ഉണ്ടാക്കുന്ന അച്ചപ്പവും കുഴിയപ്പവും മൊത്തം ഞങ്ങൾ കഴിക്കല്ല കേട്ടോ. ഇപ്പോൾ ഡാഡിയും മമ്മിയും വർക്ക് ചെയ്യുന്നോർത്ത് കൊടുക്കും, പിന്നെ നമ്മുടെ റിലേറ്റീവ്സിനും നൈബേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇവിടുത്തെ ഒരു ആചാരമായിട്ട് ഇങ്ങനെ തുടർന്നു പോകുന്നു. അത് ഞങ്ങളും ഇങ്ങനെ വർഷങ്ങളായിട്ട് തുടർന്നു വരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ അരി പൊടിപ്പിക്കാൻ വന്നോടത്തെ കാണിക്കുകയാണ്. സോ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന അച്ചപ്പാണ്. അച്ചപ്പം ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് 3 കിലോ അരി, അത് നൈസായിട്ട് പൊടിപ്പിച്ചത്. പിന്നെ വേണ്ടത് 3 നാളികേരം, അത് ചിരകിയിട്ട് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും ആണ് നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ 6 മുട്ട, പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ നമ്മുടെ ഒരു കൈക്കണക്ക്. എല്ലാതും നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. അതിൽ കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു നൂല് പരുവത്തിൽ അതിൻ്റെ കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അച്ചപ്പത്തേക്കുള്ള സംഭവങ്ങൾ സെറ്റായി. കൂടുതൽ അറിവിലേക്ക് ഞാനിതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ജസ്റ്റ് നോക്കിയാൽ മതി. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ്. അപ്പോൾ ഉരുളി വയ്ക്കുക, കത്തിക്കുക, പിന്നെ എണ്ണ ഒഴിക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയായ കാരണം സൂക്ഷിച്ചും കണ്ടു ഉപയോഗിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അച്ചപ്പത്തിൻ്റെ അച്ച് ഇറക്കി വയ്ക്കുക. അതൊന്ന് നല്ലപോലെ ചൂടാവണം. നമ്മുടെ കയ്യിലുള്ള 2 അച്ചാണ്, 2ഉം ഡിഫറെൻറ്റ് ഷേപ്പൊക്കെയാണ്. സോ അതൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് നന്നായിട്ട് ഇറക്കി വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് ഈ പാവിൽ മുക്കിയിട്ട് നമ്മൾ തിളച്ച എണ്ണയിലേക്ക് മുക്കേണ്ടത്. അപ്പോൾ മുക്കുമ്പോൾ ഈ ചൂടായ അച്ച് അതിലേക്ക് മുക്കി ഒരു 3/4 മുക്കിയാൽ മതി, അല്ലാണ്ട് ഫുള്ള് മുക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇത് വിട്ട് കിട്ടത്തില്ല. ഒരു 3/4 മുക്കിയിട്ട് അതിലേക്ക് എണ്ണയിലേക്ക് മുക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് വിടിയിപ്പിച്ച് ജസ്റ്റ് അതിൽ ഫ്ലോട്ട് ചെയ്യാൻ വിടുക. അത് കഴിഞ്ഞ് മറച്ചിടുക. എന്നിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. ഇതുപോലെ ഈ കാണുന്ന പോലെ നമ്മൾ അച്ച് കുറച്ച് നേരം ആ എണ്ണയിൽ തന്നെ ഇട്ട് ഒന്ന് ചൂടാവണം, അല്ലെങ്കിൽ നമ്മുടെ പാവ് അതിൽ പിടിക്കത്തില്ല. ആൻഡ് ഇത് മൊത്തം ചെയ്യുന്നത് ഡാഡി മമ്മിയും കൂടിയിട്ടാണ്. ഞാൻ ചുമ്മാ വീഡിയോ എടുക്കലും ഇതൊക്കെ നോക്കി നിന്ന് അച്ചപ്പം തിന്നലൊക്കെയാണ് എൻ്റെ പണി. സോ അവരാണ് ഈ ഫുൾ വർക്ക് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് നോക്കിയപ്പോൾ ടേസ്റ്റൊക്കെ ഓക്കെ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. യാ, പെർഫെക്റ്റ്. ഞാനെന്താ ചെയ്തതെന്ന് കാണിച്ചു തരണ്ടേ? ഞാനും കുറച്ച് പണിയൊക്കെ ചെയ്തു. ആ വിറകൊക്കെ കൊണ്ടുവച്ചത് ഞാനാണ്. അതുപോലെ ഈ അച്ചപ്പം ഒരു പാത്രത്തേക്ക് ആക്കുന്നത് ഞാനാണ്. ഇത് തനിയെ വന്ന് അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കത്തൊന്നുമില്ല, ഇങ്ങനെ എടുത്ത് വെച്ചാൽ തന്നെ ആവത്തുള്ളൂ. അതും ഞാനാണ്. വേറൊന്നും ഞാൻ പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഹലോ, അടുത്ത നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുഴിയപ്പാണ്. കുഴിയപ്പം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ സംഭവം സിമ്പിളാണ്. ഇതൊക്കെ അങ്ങോട്ട് മിക്സ് ചെയ്യലൊക്കെ തന്നെ. ഇത് നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെക്കും. പാവ് സെറ്റാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ വൈകിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കാറ്. ഒഴിച്ച് വീഴ്ത്തുന്നത് പിറ്റേ ദിവസമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, എന്നാലും ഞാനൊന്ന് പറയാം. 1/2 കിലോ റവ, 1/2 കിലോ മൈദ, 1 കിലോ അരിപ്പൊടി വറുത്തത്, 2 കിലോ ശർക്കര, ആവശ്യത്തിന് ഏലക്കായും 2 നാളികേരും വറുത്തത്, ചിരകിയിട്ട് വറുത്തത്. അപ്പോൾ ഇതിൻ്റെ പണി ഭയങ്കര സിമ്പിളാ. വറുത്ത അരിപ്പൊടി നാളികേരും ആദ്യം തിരുമ്പുക, കുറച്ച് അരിപ്പൊടി മാറ്റി വെച്ചിട്ടുണ്ടാവുക, എന്നിട്ട് അതൊന്ന് ജസ്റ്റ് കുറുക്കിയിട്ടും കൂടെ ആഡ് ചെയ്യുക. പിന്നെ ഈ ശർക്കര വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഉരുക്കുന്നത്. അതും ഈ മുൻപത്തെ മിക്സിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് മൈദ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്യുക. മൈദ പെട്ടെന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കട്ട പിടിക്കും. അപ്പോൾ കുറേശ്ശെ ഒന്ന് ആഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ റവ ഒന്ന് വെള്ളത്തിൽ കുറച്ചു നേരം കുതിർത്ത് വെച്ചതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് റെഡിയാണ്.
പിന്നെ ഇതിലത്തെ പണി എന്ന് പറഞ്ഞാൽ ഒട്ടും കട്ടയില്ലാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യൽ കുറച്ച് പണിയാണെങ്കിലും സംഭവം ഈസിയാണ്. മിക്സ് ചെയ്യുക, ഇത് അവിടെ വെക്കുക, പിറ്റേ ദിവസം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ രാവിലെ നമ്മൾ വരുമ്പോൾ കുറച്ചൊന്ന് പൊന്തി ഫ്ലഫി ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പാവ് എടുത്തിട്ട് നമ്മൾ കുഴിയപ്പച്ചട്ടിയിലേക്ക് ഒരു മുക്കാലൊക്കെ എന്ന രീതിയിലേ ഒഴിക്കാൻ പാടുള്ളൂ. എണ്ണ നല്ല ചൂടായിരിക്കണം, അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് കുറച്ചൊന്ന് ഷേപ്പായി എന്ന് കാണുമ്പോൾ ഞങ്ങൾ എടുത്തിട്ട് വേറൊരു ചട്ടിയിലിടും. ആ ചട്ടിയിലും എണ്ണ നന്നായി തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഇടുമ്പോൾ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അതായത് ഇതിൽ 5 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 5 ഫുള്ള് വേവ് ഇതിൽ കിട്ടുന്നവരെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നു, ആ ഒരു ഷേപ്പ് കിട്ടുന്നു എന്ന് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഇടുന്നു. അതിൽ പിന്നെ കുറച്ചും കൂടി ആവശ്യം അനുസരിച്ച് നമുക്ക് എണ്ണ ആഡ് ചെയ്യുമോ, എന്ത് വേണമെങ്കിൽ ചെയ്യാമല്ലോ. അപ്പോൾ എത്ര നേരം വേണമെങ്കിൽ അതിൽ കിടന്ന് അതിന് വേവാനുള്ളൊരു ടൈം കിട്ടും. പിന്നെ കളർ മാറുന്നതിനനുസരിച്ച് എടുക്കുക, മറിച്ചിടുക, അതൊക്കെ ചെയ്യുക. സെറ്റ്. ആൻഡ് ഫൈനലി ഇറ്റ്സ് അവർ പെരുന്നാൾ ഡേ. ദിസ് ഇസ് മൈ അങ്കിൾ ആൻഡ് ആൻറ്റി. ആൻഡ് കുഞ്ഞാൻറ്റിയാണ് ഇത്. ആൻറ്റിയുടെ ഗ്രാൻഡ് സൺ ഓർ എൻ്റെ കസിൻ്റെ മോൻ. അവർ എറണാകുളത്തുള്ളവരാണ്. സോ ഇന്ന് 24th വന്നേക്കണം. ആക്ച്വലി 24th ഇവർ മാത്രമേ ഉള്ളൂ നമുക്ക് ഗസ്റ്റായിട്ട്. യൂഷ്വലി നമ്മൾ എല്ലാ ഗസ്റ്റിനെയും ലൈക്ക് എല്ലാ റിലേറ്റീവ്സിനെയും ഒക്കെ പെരുന്നാൾക്ക് രണ്ടിനും വിളിക്കാറുണ്ട്. അവരവരുടെ ഒഴിവനുസരിച്ച് ഒന്നെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ അന്നേ ദിവസം രാത്രി ഓർ ഉച്ചയ്ക്കൊക്കെ വരാറുണ്ട്. ഇവർ വന്നേക്കുന്ന ഉച്ചയ്ക്കാണ്. ഇന്ന് വളരെ മിതമായിട്ട് കോഴി, ഫിഷ് ഫ്രൈ, പിന്നെ ഒരു വെജ്, പിന്നെ സാലഡ്, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞങ്ങൾ വൈകിട്ടായപ്പോൾ കുർബാനയ്ക്ക് പോയി. നമ്മൾ കൊടി കയറിയ ദിവസം തൊട്ട് ഇന്ന് വരെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റി ഈവനിങ്ങിൽ. ആൻഡ് ആ കുർബാനയ്ക്കായിരുന്നു രൂപക്കൂട് എഴുന്നള്ളിച്ച് വെക്കുന്നതിൻ്റെ പ്രദർശനം. കറക്റ്റ് ആ ടൈം ആയപ്പോൾ മഴയൊക്കെ നിന്നു. അത് ഭയങ്കര ദൈവാനുഗ്രഹമായിട്ട് തോന്നി. കാരണം ഞങ്ങൾ പള്ളിയിലേക്ക് കയറുമ്പോൾ ഭയങ്കര മഴ, ഇടിച്ചൂത്തി മഴ പെയ്യായിരുന്നു. ആൻഡ് കുർബാന ത്രൂ ഔട്ട് മഴ പെയ്യായിരുന്നു. ബട്ട് ആ ഒരു ടൈം ആയപ്പോൾ കറക്റ്റ് മഴയൊക്കെ പോയി, രൂപങ്ങളൊക്കെ കറക്റ്റായിട്ട് വെക്കാൻ പറ്റി. നമുക്ക് ഇവിടെ ഉള്ളത് 3 രൂപങ്ങളാണ്. ആൻഡ് ദിസ് ഇസ് മൈ പള്ളി ഓൺ ദാറ്റ് പെരുന്നാൾ ഡേ. 3 രൂപങ്ങളാണുള്ളത്. ഒരെണ്ണം സെൻറ് മേരീസിൻ്റെ, ഒരെണ്ണം സെൻറ് ജെയിംസും, ഒരെണ്ണം സെൻറ് റാഫേൽ മലാഗയുടെ ആണുള്ളത്. പിന്നെ ചെറിയൊരു ഒഴിവ് കിട്ടിയപ്പോൾ ഞാനും ലൈനിൽ കയറി നിന്ന് മുത്തിയിട്ടുണ്ട്. എല്ലാവരോടും നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പക്ഷേ എല്ലാവരും കുർബാന കഴിഞ്ഞ് പിന്നെ മഴയും ചെറുതായിട്ട് പെയ്യുന്നത് കൊണ്ട് പോയി. ദിസ് ഇസ് മൈ പള്ളി. വലിയൊരു ലൈറ്റ് അറേഞ്ച്മെൻ്റ് അല്ലെങ്കിലും ബട്ട് സ്റ്റിൽ ഉണ്ടായിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ മഴ ലൈറ്റായിട്ട് പെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ വാഷൗട്ടായി പോയി. ഇന്നും നാളെയും നമുക്കിവിടെ ഫുൾ ടൈം ലൈക്ക് ഒരു 10 o'clock വരെ ഈവനിങ്ങിൽ ഇങ്ങനെ ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. ജസ്റ്റ് പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് കുറേ സിനിമ പാട്ട് ഇങ്ങനെ പാടുക, അത്രേ ഉള്ളൂ. ആൻഡ് ദിസ് ഇസ് ദ വ്യൂ. ലാസ്റ്റ് ഞങ്ങൾ പോവാനുള്ള ടൈം ആയപ്പോഴെങ്കിലും തിരക്കൊക്കെ ഇച്ചിരി കുറഞ്ഞായിരുന്നു. ആൻഡ് ബാൻഡ് സെറ്റ് നല്ല രസമുണ്ടായിരുന്നു. ബട്ട് വെറുതെ ഇങ്ങനെ നിന്ന് കേൾക്കണം, അത് കുറച്ച് മടിയായ കാരണം കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. പെരുന്നാളിൻ്റെ മെയിൻ പ്രത്യേകത ഇതൊന്നുമല്ല. ഈ പെരുന്നാളിനൊരു സ്പെഷ്യൽ അപ്പം കിട്ടും. ഇവിടുത്തെ പേര് കളിയടയ്ക്കപ്പം എന്നാണ്. ഇത് നമ്മുടെ പള്ളിയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ആ ഫസ്റ്റ് കാണിച്ച ചെറിയ പൊതി നമ്മളിവിടെ തിരുനാൾ കഴിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് തരുന്നതും മറ്റേ പൊതി നമുക്ക് ഇവിടെ നിന്നുള്ള ബേക്കറികളിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു സംഭവം സബർജിൽ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക. ഈ പെരുന്നാളിന് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ പഴയ ആൾക്കാർ ഈ പെരുന്നാളിന് സബർജിൽ പെരുന്നാൾ എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. കൈൻഡ് ഓഫ് ആപ്പിൾ ലൈക്ക് സബ്സ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഫ്രൂട്ടാണ്. കഴിക്കുമ്പോഴും ഇച്ചിരി ഹാർഡാണ്, ബട്ട് കൈൻഡ് ഓഫ് ആ ഒരു ടേസ്റ്റ് ഒക്കെ തന്നെ. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, അല്ലെങ്കിൽ ഇത് കഴിച്ചിട്ടുണ്ടോയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആൻഡ് ഈ പെരുന്നാളിന് 2020 എൻ്റെ വീട്ടിൽ കൊറോണയുടെ ടൈം ആയതുകൊണ്ട് ലൈക്ക് ഇതുണ്ടാക്കിയായിരുന്നു, കളിയടയ്ക്കപ്പം ഉണ്ടാക്കിയായിരുന്നു. അതിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ആ യൂട്യൂബ് ഇപ്പോൾ ആക്റ്റീവ് അല്ലെങ്കിൽ ഞാൻ വേറെ യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നു. ആൻഡ് ഹിയർ കംസ് മൈ ആൻറ്റി ആൻഡ് അങ്കിൾ. ഇതാണ് എൻ്റെ മൂത്ത ആൻറ്റി ആൻഡ് അങ്കിൾ. വലിയ ആൻറ്റി എന്ന് ഞാൻ വിളിക്കും. അവർ തൃശ്ശൂരുള്ളവരാണ്. പിന്നെ എൻ്റെ വീട്ടിൽ ഈ പെരുന്നാളിൻ്റെ ദിവസം മാത്രം കിട്ടുന്നൊരു വിഭവമാണ് ഈ വട്ടയപ്പവും ബീഫും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേ ബി അതിൻ്റെ ഒരു പുതുമ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കളയണ്ടെന്ന് വെച്ചിട്ടായിരിക്കാം ഞങ്ങളിത് പെരുന്നാളിൻ്റെ ദിവസം മോർണിംഗിൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം. ആൻഡ് ഇന്ന് നമ്മൾ പുറത്തുനിന്നായിരുന്നു ഫുഡ്. ആൻഡ് അതിലെന്തൊക്കെയാണ് ചിക്കൻ, പോർക്ക്,
ബീഫ്, മീൻ വറുത്തത്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കഴിച്ചു. ആദ്യത്തെ ട്രിപ്പിൽ വരെ ഉണ്ടായിരുന്നേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡാഡിയുടെ കസിൻസ് എല്ലാവരും വന്നു. അവരെയും കാണിക്കുന്നുണ്ട്. യാ ദാറ്റ്സ് ഇറ്റ്.